ഹായ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ പഴം കേക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ പഴം കേക്ക് അഥവാ ഫ്രൂട്ട് കേക്ക്സ് കൂടുതൽ സ്വാദും മണവും ഗുണവും ഒക്കെ ഉള്ളതാക്കി തീർക്കുന്നതിനുള്ള ചില ടിപ്സായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഏത് പഴം വെച്ചാണോ ഈ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അവയുടെ ഇതുപോലെ സ്ക്വാഷ്, ജാം, അതുപോലെ തന്നെ തേൻ, ഇതൊക്കെ ഈ ഫ്രൂട്ട് കേക്ക്സ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. ഇപ്പോൾ 1 കിലോ ബാറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ, തയ്യാറാക്കാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 50 മില്ലി സ്ക്വാഷ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 60 ഗ്രാം ജാം ചേർക്കാം. ഒരു 60 ഗ്രാം തേൻ ചേർത്ത് കൊടുക്കാം. തേൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കേക്കിൽ തേൻ ചേർക്കും. അപ്പോൾ ഇതിപ്പോൾ വാഴപ്പഴം വെച്ചുണ്ടാക്കിയ തേനാണ്. അപ്പോൾ 1 ലിറ്റർ ജ്യൂസിൽ 700 ഗ്രാം പഞ്ചസാര ചേർത്ത് നല്ലപോലെ കുറുക്കി ഒരു തേൻ പരുവാകും. കുറുക്കി വരുമ്പോൾ അപ്പോൾ ഇത് തേൻ ഒഴിക്കുന്നത് പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിന് നല്ല ഏത് പഴമാണോ അതിൻ്റെ നല്ല മണം ഉണ്ടായിരിക്കും, നല്ല ഗുണവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പഴങ്ങളുടെ അംശം നമുക്ക് കേക്കിൽ വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഏത് പഴമാണോ അതിൻ്റെ പൾപ്പാണ്. അപ്പോൾ പൾപ്പ് നമുക്ക് അങ്ങനെ തന്നെ ചേർക്കാൻ പറ്റില്ല കേക്കിൽ, കാരണം അതിൽ ജലാംശം കൂടുതലാണല്ലോ. അപ്പോൾ അത് നല്ലപോലെ ചൂടാക്കി അതിൻ്റെ 1/3 ഭാഗമാക്കി ചുരുക്കി കൊണ്ടുവരണം. റെഡ്യൂസ് ചെയ്യാന്ന് പറയും. അത് ചൂട് വിടുമ്പോൾ ഇതിൽ ചേർക്കാം. അപ്പോൾ അത് ഒരു 25% തന്നെ ഈ ബാറ്ററിൽ 1 കിലോ ബാറ്റർ ഉണ്ടെങ്കിൽ അതിൽ 250 ഗ്രാം പൾപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടാതെ ഈ പഴങ്ങളുടെ പൊടികളോ അതൊക്കെ തന്നെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തിമമായ ഗുണമെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കേക്കിൽ 45 മുതൽ 48% വരെ മൈദ ഉണ്ടായിരിക്കും. ഈ മൈദയുടെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നതിന് സാധിക്കും. ഏകദേശം 26-27% മൈദയിൽ, അതായത് ചേർക്കുന്നതിൻ്റെ പകുതി അളവിൽ നമുക്ക് നിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, പഴങ്ങൾ ചേർക്കുമ്പോൾ അത് ആ പ്രകൃതിദത്തമായ ഒരു പഞ്ചസാരയുടെ അളവാണ് ഇതിൽ കൂടി വരുന്നത്. നേരെ ചേർക്കുന്ന അളവ് നല്ലപോലെ കുറയ്ക്കാൻ സാധിക്കും. ഒരു 25% പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ബാക്കിയുള്ള പഞ്ചസാര ഈ പഴങ്ങളിൽ നിന്നും അതിൽ നിന്നുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഭിക്കും. അപ്പോൾ ഇങ്ങനെ, അതുപോലെ നമ്മൾ മറ്റൊന്ന് ചേർക്കുന്ന ആണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ടൂട്ടി ഫ്രൂട്ടി പോലെ. ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ പൈനാപ്പിൾ, വാഴപ്പഴം, മാമ്പഴം, ഇതൊക്കെ വെച്ചിട്ട് അധികം പഴുക്കാത്ത പഴങ്ങളെ പഞ്ചസാര ലായനി 1 ലിറ്ററിൽ 600 ഗ്രാം പഞ്ചസാര ലായനി ചേർത്ത് ഒന്ന് കുറുക്കിയെടുത്ത് അതിലൊരു 12 മണിക്കൂറോളം മുക്കിയിട്ട് അതിനെ ഊറ്റിയെടുത്ത് ഡ്രയറിൽ ഒന്ന് വെച്ചാൽ നല്ല കഷ്ണങ്ങൾ കിട്ടും. ഈ കഷ്ണങ്ങളെല്ലാം തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, ഇപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഈ പഴങ്ങളിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഴം ഒന്നും കൂടെ അതിൻ്റെ അംശം കൂടി, ഒന്നും കൂടെ അതിൻ്റെ ഗുണം കൂടി. അപ്പോൾ നമുക്ക് മൈദയുടെ അളവ് കുറയ്ക്കാം, പഴത്തിൻ്റെ അംശം കൂട്ടാം, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. അപ്പോൾ ഇതിന് നല്ല മണവും ഗുണവും സ്വാദും ഒക്കെ ഉള്ള കേക്കുകളാണ്. അപ്പോൾ ഇത് നല്ല ഇന്ന് ആരോഗ്യ പ്രാധാന്യം ഓരോ ഭക്ഷണത്തിനും ചർച്ച ചെയ്തത് ഉപയോഗിക്കുന്ന ഒരു കാലമാണ്, അത് പ്രചരിച്ചു വരുന്ന കാലമാണ്. അപ്പോൾ ഇത്തരം ആരോഗ്യദായകമായ കേക്കുകൾ പ്രത്യേകിച്ച് ഈ ക്രിസ്തുമസ് പുതുവത്സര സമയത്ത് നമ്മൾ ഉപയോഗിക്കല്ലേ. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞ നമ്മുടെ റെസിപ്പീസ് ഉണ്ടാക്കിയത് പഴങ്ങളെല്ലാം അതിൻ്റെ ജ്യൂസും എല്ലാം ചേർത്തിട്ട് അല്ലേ, നോക്കാം. നല്ല അടിപൊളി കേക്ക് ആയിരിക്കും കേട്ടോ. ഇതുപോലെ വിവിധ തരം പഴങ്ങൾ ഉപയോഗിച്ചുള്ള കേക്കുകൾ പാണഞ്ചേരി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള PG അഗ്രി ഇൻഡസ്ട്രിയൽ പാർക്കിൽ ജൈത്രി എന്ന പേരിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ മൈ കദളി എന്ന ബ്രാൻഡിൽ മറ്റത്തൂർ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കദളിപ്പഴം ഉപയോഗിച്ചുള്ള കേക്കുകളും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ കേക്കുകളെല്ലാം ഉപയോഗിച്ച് നോക്കുക, ഇതിൻ്റെ ഗുണം എങ്ങനെയുണ്ട് എന്ന് പറയുക. എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. നന്ദി.